നമ്മൾ ഇന്ന് കൾച്ചറൽ ഷിഫ്റ്റിനെ പറ്റിയാണ് ബേസിക്കലി സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡെലുലു ഇസ് ദ ന്യൂ സുലുലു. ആക്ച്വലി നമ്മളുടെ ഈ മലയാളം കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ച്യൂഗിയാണ്. അതായത് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോവാണ്. അപ്പം ഇപ്പോഴത്തെ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എവറിത്തിങ് ഇസ് ഡെലുലു മോഡ്. പണ്ട് ഡെലുലു എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഡെലുലു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സിനിമകളിലും അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ആൻഡ് വി ഹാവ് വിത്ത് അസ് വൺ ഓഫ് ദ യങ്ങസ്റ്റ് സ്പീക്കേഴ്സ് ടുഡേ. ഇപ്പം നമ്മുടെ MBIFL തന്നെ ഏറ്റവും യങ്ങസ്റ്റ് സ്പീക്കർ ആയിട്ടുള്ള അന്നപ്രിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഷീ ഈസ് സ്റ്റിൽ സ്റ്റഡിങ് ഇൻ grade 12. So let's all welcome her with a round of applause. Yes, and we have a very Gen Z enthusiast and a professor, Dr. Shama. Give a round of applause to her as well. Yes, and നമ്മളുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട പടമായിട്ടുള്ള നരിവേട്ടയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് നമ്മളുടെ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം അബിൻ ജോസഫ്. ലെറ്റ്സ് ഓൾ വെൽക്കം ഹിം അഗൈൻ. യെസ്, അപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ മൈക്ക് തിരിക്കുകയാണ്. ആക്ച്വലി ഈ ജെൻസി കൾച്ചർ വന്നതോടുകൂടി നമ്മളുടെ ലാംഗ്വേജ് ഡിസ്ട്രോയ് ആവുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? അതാണ്. ആരോടോ? എന്നോടാണോ ചോദ്യം? ജെൻസി നമ്മൾ പൊതുവേ എല്ലാ ചർച്ചകളിലും ഇപ്പോൾ ഒരു ബസ്സിങ് വേർഡാണ് ജെൻസി. എവിടെ പോയാലും ജെൻസി ജെൻസി, എല്ലാ സാഹിത്യോത്സവങ്ങളും ജെൻസി ജെൻസി. ഇറ്റ്സ് എ ബസ്സിങ് വേർഡ്, ഒരു ഹോട്ട് ടോപ്പിക്കാണ്. 1996 തൊട്ട് 2012 വരെ ഉള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ജെൻസി. 96 മുതൽ അവരിവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒബ്സഷൻ എന്ന രീതിയിൽ പല ചർച്ചകളും ഇപ്പോൾ ഈ അടുത്ത് നടന്ന എല്ലാ സാഹിത്യോത്സവത്തിലും ചർച്ച അതായിരുന്നു. ഇവരൊക്കെ ഇവിടെ മുന്നേ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ? ചുമ്മാ നത്തിങ് ബർഗർ, ഒന്നുമില്ല, ഒരു കാര്യമില്ല, വെറുതെ ഒരു ചർച്ച, ഒരു എന്താ പറയുക, ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ കാണാറുണ്ട്. 1996 ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ജനിച്ചവർ ജെൻസിയാണ്, സമ്മതിക്കുന്നു. 96, 97, 98 അല്ലെങ്കിൽ 2000 ആ സമയത്തൊന്നും ആ ഒരു ജനറേഷൻ ഇവിടെ വിപ്ലവകരമായ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. അവർ മണ്ണിൽ കളിക്കുന്ന ഒരു പ്രായമാണ്, എഴഞ്ഞു നടക്കുന്ന ഒരു പ്രായമാണ്. എപ്പോഴാണ് നമുക്കൊരു ജനറേഷൻ്റെ ഇമ്പാക്റ്റ് തിരിച്ചറിയാം? ആ ജനറേഷൻ ടീനേജിലേക്കും 20കളിലേക്കും കടക്കുമ്പോഴാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒബ്സഷൻ. അതായത് ഒരു 2012 കൂടിയിട്ട് ഭയങ്കര വിപ്ലവകരമായൊരു മാറ്റം നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-12 കാലഘട്ടത്തിൽ ഒന്ന്, സ്മാർട്ട് ഫോൺ വളരെ കോൺസ്റ്റൻ്റ് ആൻഡ് അഫോർഡബിളായി മാറി. അന്ന് വരെ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടില്ല, അത്ര അഫോർഡബിളും ആയിരുന്നില്ല. ഒരു 10-12 ആ കാലഘട്ടത്തോടുകൂടി സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലേക്ക് എത്തി. പിന്നെ അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു നേച്ചർ മാറും. അതുവരെ സോഷ്യൽ മീഡിയ, ഓർക്കുട്ട്, ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് എന്തായിരുന്നു, ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനായിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ജസ്റ്റ് ഷെയറിങ്. 12-13 കൂടി അല്ലെങ്കിൽ ഒരു 10 ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഷെയറിങ്ങിൽ നിന്ന് പെർഫോമൻസിലേക്ക് മാറി ബിക്കോസ് ഓഫ് ടിക്ടോക്ക്. ഈ ജെൻസി കൾച്ചറിൻ്റെ ഒരു പിവറ്റൽ പോയിൻ്റ്, ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടിക്ടോക്കാണ്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിന് മുമ്പ് അതിനൊരു വേർഷൻ ഉണ്ടായിരുന്നു മ്യൂസിക്കലി, അതിനുശേഷം ടിക്ടോക്ക് വന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഒരു വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടം വരെ ഇപ്പം നമ്മളിവിടെ ഒരുപാട് പദങ്ങളൊക്കെ സീൻ, കോൺട്ര അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അല്ലേ. അപ്പം അത് പക്ഷേ ഈ ഗ്ലോബലി അത് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് സംശയമാണ്. ഇവിടെയുള്ള കുറച്ച് പേർക്ക് അത് അറിയായിരുന്നു. എന്നാൽ ഇന്ന് 6, 7 എന്ന് പറയുമ്പോൾ പാരീസിലുള്ള ടീനേജിലുള്ള ഒരു കുട്ടിക്കും മനസ്സിലാവും, കേരളത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും മനസ്സിലാവും, ലോകത്ത് ഏത് കോണിലുള്ള കുട്ടികളും 6, 7 എന്ന് പറയും അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഈ സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് ഒക്കെ ഒരു ചെലുത്തുന്ന സ്വാധീനം കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഗ്ലോബലി റെസൊനേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏതൊരു ജനറേഷനും ഹൈപ്പർ നോട്ടീസ് ചെയ്യപ്പെടുക അവർ വർക്ക് ഫോഴ്സിലേക്ക് കടക്കുമ്പോഴാണ്. അതായത് അവർ 20കളിലേക്ക് എത്തി അവർ ജോലി സ്പേസുകളിലേക്ക് കടക്കുമ്പോഴാണ് അവർ പലതിനെയും ചലഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. ആ നോട്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ടീനേജൊക്കെ ഏകദേശം അതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ടീനേജൊക്കെ കടന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവരെയും അസ്വസ്ഥരാക്കാനായിട്ട് തുടങ്ങി. അതാണ് ആക്ച്വലി ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ ഇതിന് മുമ്പുള്ള, ഇപ്പോൾ 90കളിലുള്ള ജനറേഷൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇവർ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ
90കളിലുള്ള ഒരുവിധം എല്ലാവരും വർക്കഹോളിക്കാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ നമ്മളവിടെ ഇരുന്ന് ചെയ്യും. അയ്യോ നമ്മുടെ സീനിയർ പറഞ്ഞിട്ടുണ്ട്, മാനേജർ പറഞ്ഞിട്ടുണ്ട്, വിൽ ഡൂ ദ വർക്ക്. അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്നിപ്പോൾ കുട്ടികളോട് നിങ്ങൾ ഓവർ ടൈം പണിയെടുക്കണം, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദേ വിൽ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ ജെൻസി എന്ന് നമ്മൾ കീവേഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ എംപ്ലോയേഴ്സ് ആർ ഫെഡ് അപ്പ് വിത്ത് ജെൻസി എന്നുള്ള കുറേ ആർട്ടിക്കിൾ നമുക്ക് കാണാം. ദേ ആർ ഫ്ലാബഗാസ്റ്റഡ് ബൈ ദിസ് ജെൻസി സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞ് കാണാം, അല്ലേ? 2K കിഡ്സിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊരു നെഗറ്റീവ് ഒരു സെൻസിലാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ 90s ഒരാളാണ്. ഇപ്പം എന്നോട് ഓവർ ടൈം പണിയെടുക്കാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ട് ചോദിക്കണം എന്ന്. പക്ഷെ അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ വളരെ സബ്മിസീവായിട്ടുള്ള രീതിയിലാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജെൻസി, ഐ തിങ്ക് ദേ ആർ ദ ഫസ്റ്റ് സെൽഫ് റിഫ്ലെക്സീവ് ആൻഡ് അവെയർ ജനറേഷൻ. അവർ വളരെ അവെയറാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെ അവെയറാണ് എല്ലാ രീതിയിലും. ഒരുപക്ഷെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മാരേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിലേക്ക് ചർച്ച കൊണ്ടുവന്നിട്ടുള്ള ഒരു ജനറേഷനാണ് ജെൻസി. Right. Okay, Anna, what do you have to say about that? See, we definitely are like a progress generation. അപ്പോൾ അതിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ സ്ലാങ് എന്ന് പറയുന്നത്. അതെ. ആൻഡ് ഈ സ്ലാങ് ഇസ് സംതിങ് ദറ്റ് കണക്ട്സ് ദി എൻറ്റയർ വേൾഡ് ആസ് എ കമ്മ്യൂണിറ്റി. ആസ് ഇൻ ദർ ആർ വേർഡ്സ് ലൈക്ക് ഷീ സെഡ്, യു നോ, ഇവിടെ നമ്മൾ 6-7 എന്ന് പറയുമ്പോഴത്തേക്കും അത് പാരീസിലുള്ള ഒരാൾക്കും മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ലൈക്ക് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ കൾച്ചർ. ആൻഡ് യുനോ ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ജനറേഷനും ഹാസ് ഹാഡ് ദർ ലൈക്ക് ഓൺ വേർഷൻ ഓഫ് സ്ലാങ്. ഈവൻ ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത് ഇസ് ദാറ്റ് വർ കറപ്റ്റിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ്. So we do consider like, you know, our slang as like a very important part of our culture. Right. Because it's not generally like എന്താ പറയുക invention of new words. It's reusing new words. It's remixing. പക്ഷേ at the end of the day remixing is creation. അതിൻ്റെ ഒരു കോണ്ടെക്സ്ച്വൽ മീനിങ് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് മാറുന്നുണ്ട്. ലൈക്ക് ദ വേ വി യൂസ് ഇറ്റ് ചേഞ്ചസ്. സോ ദാറ്റ് ഇസ് വാട്ട് മെയിൻലി സ്ലാങ് ഇസ്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഐ തിങ്ക് ഫ്രം ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇപ്പോൾ ഉള്ള ജെൻസി ലിറ്ററേച്ചറിനുള്ളൊരു വലിയ വ്യത്യാസം. ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. വളരെ ആകസ്മികമായിട്ട് ഇന്ന് രാവിലെ ഒരു പ്രമുഖ പത്രം എടുത്തു നോക്കിയപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ചാണ് ഫ്രണ്ട് പേജിലെ ന്യൂസ്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, ഡെലുലു സൊലുലു. വളരെ ആക്സിഡൻ്റലായിരിക്കാം. പത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ എലീറ്റ് ക്ലാസ് ഉള്ള ആൾക്കാർ മാത്രം വായിക്കുന്ന, ഇൻ്റലക്ച്വൽ ബുദ്ധിജീവികൾ മാത്രം വായിക്കുന്ന ഒരു മാധ്യമം അല്ലല്ലോ, സാധാരണക്കാർ വായിക്കുന്നതാണ്. ഡെലുലു സൊലുലു എന്നുള്ള ഒരു ജെൻസി വേർഡ്, അല്ലേ? അത് ഒരു പത്രത്തിലേക്ക് കൊണ്ടുവരിക, അതായത് ആദ്യത്തെ പേജിൽ ന്യൂസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു കാച്ചി ടൈറ്റിലായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമ്പാക്റ്റാണ്, അല്ലേ? അവരത്രയും നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയും ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ജെൻസി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങൾ പൊതുവെ ഏത് ചർച്ചയ്ക്ക് പോയാലും കേൾക്കാറുണ്ട്. എന്താ ഒരു പറയുന്നത്, പുതിയ വാക്കൊക്കെ എല്ലാ ജനറേഷനും കൊണ്ടുവന്നിട്ടില്ലേ, ഇതിലിപ്പോൾ എന്താ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഞാൻ ഒരു ജെൻസി റിലേറ്റഡ് ആർട്ടിക്കിൾ എഴുതിയ സമയത്ത് എനിക്കൊരു നീണ്ട കത്ത് വന്നു ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ കയ്യിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ആസ് എ മില്ലേനിയൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്ത് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വിമർശനം ഉൾക്കൊള്ളുന്നൊരു കത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഭാഷാ അധ്യാപക എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഓരോ വാക്കുകൾ ഒരു അർത്ഥമില്ല, ഒന്നുമില്ല, എന്തൊക്കെയോ കുറേ ശബ്ദങ്ങൾ, നാൾക്ക് അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്ന കുറേ വാക്കുകൾ, ഇതിനൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കാര്യമുണ്ട് എന്നാണ് നമുക്ക് ഒരുപക്ഷെ ഒരു കറണ്ട് ഈ എക്സാമ്പിൾ തന്നെ പത്രത്തിൽ ഇന്ന് വന്ന ഒരു തലക്കെട്ട് വരെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തോന്ന് മാത്രം. തീർച്ചയായിട്ടും. അപ്പം അബിൻ, എന്താണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടും പറയാനായിട്ടുള്ളത്? ഇപ്പം സോഷ്യൽ മീഡിയ കാരണം അല്ലെങ്കിൽ സിനിമ കാരണം കുറേ രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ഉറപ്പായിട്ടും അത് പിന്നെ സിനിമ കാരണം പണ്ട് തൊട്ടേ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശ്യാമ പറഞ്ഞതിനോട് ഞാൻ ആഡ് ചെയ്തിട്ട് പറയുന്നത്, ഇപ്പം ഇൻ്റർനെറ്റ് വലിയൊരു ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒരു മാറ്റം വരുത്തിയത്. ഇപ്പം നമ്മൾ പറയുന്ന പഴയ ആൾക്കാർ പറയും ഞങ്ങളുടെ കാലത്തും ഇതുണ്ടായിരുന്നു എന്ന്. അതായത് മൈക്കിൾ ജാക്സൺ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് അത് കേരളത്തിലും ട്രെൻഡിങ് ആയിരുന്നു. അന്നത്തെ ഹിപ്പി കോസ്റ്റ്യൂംസും കൾച്ചറും ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് അത് കേരളത്തിലും ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ റീച്ച് കുറവായിരുന്നു. വൈ? കാരണം അതിൻ്റെ മീഡിയ ഇല്ല. അന്ന് ഒരു വീട്ടിൽ പരമാവധി ഒരു മറ്റേ റേഡിയോയും ആകാശവാണിയാണ് ഉള്ളത്. ടി വി എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറിയാണ്. ടെലിഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയറാണ് വീടുകളിൽ. അപ്പം അതിൽ നിന്ന് വളരെ പെട്ടെന്ന്
ഈ പിന്നെ ഈ സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, ടെക്നോളജിയിലുണ്ടായിട്ടുള്ള റെവല്യൂഷൻ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തു. ഇപ്പം കുഞ്ഞു സാധനങ്ങൾ, ഇപ്പം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കുട്ടി പറയുന്ന ഒരു ഡയലോഗ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ സകല മലയാളികളും ആ വേർഡ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുകയാണ്. അപ്പം ഇത് വളരെ സ്വാഭാവികമാണ്. ഇനിയത്തെ ഈ ചേഞ്ച് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പം ഏകദേശം ഒരു സാച്ചുറേഷനോട് അടുത്തെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ്റെ അല്ലെ സോഷ്യൽ മീഡിയ റെവല്യൂഷൻ്റെ ഒരു ഫേസ്. അടുത്തത് എന്തായിരിക്കും, ഇനി എന്തായിരിക്കും പോകുന്നത്, ഇനി എന്ത് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കാരണം എൻ്റെയൊക്കെ ഒരു ജനറേഷൻ നമ്മൾ ഇതിൻ്റെ എല്ലാ അറ്റവും കണ്ടതാണ്. ഞാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു 10 വീട്ടിൽ ഒരു വീട്ടിലായിരിക്കും ഒരു TV ഉണ്ടാവുക. അപ്പോൾ അന്നൊരു ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എല്ലാവരും ആ പരിസരത്തുള്ള എല്ലാവരും ഒരു വീട്ടിലായിരിക്കും ഉണ്ടാവുക. സൺഡേ ആണ് അന്ന് മറ്റേ കളർ പടം ഉണ്ടാവുക. സൺഡേ ഈവനിങ് ആണ് TV കളർ ഫിലിം, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നസീറിൻ്റെ ഉമ്മറിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടിട്ടുണ്ട് 90s തുടക്കത്തിൽ. അപ്പം അത് പെട്ടെന്ന് മാറി. ഇപ്പം നമ്മുടെ വീട്ടിൽ TV കാണുന്ന എപ്പോഴാണ്, നമ്മൾ വൈകിട്ട് അപ്പൻ്റെ അമ്മയുടെ കൂടെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് കുറച്ച് സമയം നോക്കിയിരിക്കും. അവർ കാണുന്നതിൻ്റെ ബാക്കി അവിടെ ഓടുന്നുണ്ടാവും, നമ്മളതിൽ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പം ഈ ഇന്നോവേഷൻസ് ഒരു റീച്ച്, ഇതിൻ്റെ ഒരു പരമാവധി സാച്ചുറേഷനിലേക്ക് എത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് വളരെ ഫാസ്റ്റുമായിരിക്കും. ഞങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ അതിനോട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് പഴയ സിനിമയിലൊക്കെ വിളിക്കുന്ന മറ്റേ കറക്കുന്ന ഫോണില്ലേ, അതായിരുന്നു. നിങ്ങൾ സിനിമയിലെ ആ ഫോണായിരുന്നു, പഴയ ഒരു കറക്കുന്ന ഫോൺ ഉണ്ടായിരുന്നു. അത് വെച്ച് ആരും വിളിക്കാനൊന്നും പറ്റത്തില്ല, കാരണം 1-2 ബന്ധുക്കളുടെ വീട്ടിലെ നമ്പറുള്ളൂ, ഫോണുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പൈസയാണ് ഒരു ഫോൺ കോളിൽ. അത് കഴിഞ്ഞിട്ട് ഞെക്കുന്ന ഫോൺ വന്നപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ എടുക്കും, കുറേ സമയം ഞെക്കും. അങ്ങനെ ഞാൻ ഞെക്കി പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ കോള് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കോഡ്ലെസ് ഫോൺ വരുന്നത്. പഴയ ഇപ്പം 90s വില്ലന്മാരൊക്കെ, സിനിമയിലെ വില്ലന്മാരൊക്കെ സംസാരിക്കുന്നുണ്ട്. കോഡ്ലെസ് വരുന്നു, പിന്നെ ചെറിയ മൊബൈൽ വരുന്നു, അത് പേജർ വരുന്നു. പേജർ അത്ര പോപ്പുലർ ആയില്ല, അതൊരു ആ ഒരു റേഞ്ചിൽ നിന്ന് പോയി. പിന്നീടാണ് മൊബൈൽ ഫോൺ വരുന്നു. സിം കാർഡ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് വന്നിട്ടുണ്ട്. ഒരു സിം കാർഡ് കിട്ടാൻ നമ്മൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു ദിവസം 100 മെസ്സേജ് അയക്കാൻ പറ്റുള്ളായിരുന്നു, SMS. അന്ന് ഇന്റർനെറ്റ് അത്ര പോപ്പുലർ അല്ല, ഐ മീൻ സ്മാർട്ട് ഫോൺസ് പോപ്പുലർ അല്ല, അഫോർഡബിളും അല്ല. അപ്പോൾ ഒരു ദിവസം 100 മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രേമവും സാധനമൊക്കെ 100 മെസ്സേജിൽ തീർക്കണം, അവസാനത്തേത് ഗുഡ് നൈറ്റ് അയക്കണം. അപ്പോൾ നമ്മളതൊക്കെ കണ്ട ഒരു ജനറേഷൻ്റെ ഒരു കൗതുകം ഉണ്ടായി. ഇനി എന്തായിരിക്കും, ഇനി എങ്ങനെയാണ് ഇത്, അടുത്തൊരു കളി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കൗതുകമുണ്ട്. മനസ്സിലായി. അപ്പം ഒരു വലിയ കൾച്ചറൽ ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ബേസിക്കലി ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിജിറ്റൽ ഏജിലൂടെയാണ് കറക്റ്റ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കിട്ടിയൊരു ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിലേഷൻഷിപ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഷിപ്പുകളുണ്ട്. ഇപ്പോൾ നാനോ ഷിപ്പ്, സിറ്റുവേഷൻ ഷിപ്പ്. അപ്പോൾ അന്നത്തെ കാലത്ത് എത്ര ഷിപ്പുകളുണ്ടായിരുന്നു? നമ്മളൊക്കെ ഷിപ്പ് യാർഡുകളായിരുന്നു, പക്ഷെ അന്നിങ്ങനെ പേരിട്ട് വിളിക്കുന്നില്ലായിരുന്നേ ഉള്ളൂ. അതായത് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഈ നാനോഷിപ്പും ഗോസ്റ്റിങ്ങും ഓർബിറ്റിങ്ങും കുഷ്യനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു, പേരിട്ടിരുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പറയും പൊതുവേ, ഇഫ് യു ക്യാൻ നെയിം ഇറ്റ് യു ക്യാൻ ക്ലോക്ക് ഇറ്റ്, ഇഫ് യു ക്യാൻ ക്ലോക്ക് ഇറ്റ് ദെൻ യു ക്യാൻ എക്സിറ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു വസ്തുവിന് ഒരു പേര് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയർനെസ് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ടോക്സിസിറ്റി, ഈ അടുത്താണ് ആ പദം അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ട്, ഒരു 3-4 കൊല്ലം ആയിട്ടുള്ളൂ അല്ലേ. ഇപ്പം നമുക്ക് എല്ലാവർക്കും എവിടെ ടോക്സിസിറ്റി കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. മാസ്കുലിൻ ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് മാസ്കുലിനിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്തുകൊണ്ടാണ് അത്? ബിക്കോസ് വി നെയിംഡ് ഇറ്റ്. ഇപ്പം നമ്മൾ ഗോസ്റ്റിംഗ് എവിടെ കണ്ടാലും നമുക്ക് ഗോസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെ ഒരാൾ ഗോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചറിയാം അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി നെയിംഡ് ഇറ്റ്. അപ്പം പേര് കൊടുക്കുക, ക്ലെയിം ചെയ്യുക, ദെൻ തിങ്ക് ഹൗ ടു ഫീൽ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് വണ്ടർഫുൾ. കാരണം പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും അതിനൊരു പേരില്ലാത്തതുകൊണ്ട് ഇത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. വാട്ട് ഇസ് ദിസ്? നമുക്ക് അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ നിർവചിക്കാനായിട്ട് പറ്റില്ല. ഇതൊരു ശരികേടുണ്ട്, ഇതിലൊന്നും തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. സോ നെയിമിങ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പദങ്ങൾ വരിക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിപ്ലവമാണ് അല്ലേ. ഇവരുടെ ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. പുതിയ പേരുകൾ കൊണ്ടുവരിക. എല്ലാവരും പൊതുവെ ഭയങ്കര
അവർക്കൊരു എവേർഷനാണ് ഈ പുതിയ എന്താണ് ഇപ്പോൾ സ്കിബിഡി, ഇന്നലെ സ്കിബിഡി, ഇന്ന് 6-7, നാളെ പുതിയ വാക്ക്, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് പൊതുവെ. അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് ന്യൂസ് ആവുന്നു. ജെൻസി അത് ചെയ്തു, ജെൻസി ഇത് ചെയ്തു, അങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അന്ന അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? എപ്പോഴും നമ്മളെ പറ്റി ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു യു? ഇസ് ഇറ്റ് സി ഐ ഹവ് സീൻ എന്താ പറയുകയാണ്, നമ്മളിപ്പം യൂഷ്വലി വാട്ട് വി ഡു ഇസ് ഇറ്റ്സ് വെരി സിമിലർ ടു വാട്ട് ദി അതർ ജനറേഷൻസ് ഹാവ് ഡൺ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഈ ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ കൾച്ചർ. സോ അതുകൊണ്ട് when we're doing it publicly. We're experimenting stuff, we're experimenting it publicly. ഇപ്പം ഒരാളൊരു ടോക്സിക് വർക്ക് പ്ലേസിൽ നിന്ന് ക്വിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ യൂഷ്വലി അത് പണ്ടും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. when the workplace is not comfortable they do quit. but then വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ people are posting about it online. so this is often judged and it can be judged. People headlines പെട്ടെന്ന് കാണും Gen Z is rejecting work culture എന്നൊക്കെ പറഞ്ഞ്. it's just that we're doing it more publicly and people are more aware of it now. റൈറ്റ് ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറ്റ്സ് ഗിവിങ് ബ്രോ, നമ്മളിപ്പം വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും അത് ഭയങ്കര സീനായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ ഡെപ്ത് കുറയുന്നുണ്ടോ അതോ കൂടുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നമ്മൾ ആ ഒരു ജെൻസി ടെർമിനോളജി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പണ്ടൊക്കെ നമ്മളത് കട്ടി മലയാളത്തിൽ ആണല്ലേ നമ്മൾ അത് ഇമോഷണലി അവരോട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ബ്രോ ദാറ്റ്സ് ഗിവിങ്, ദാറ്റ്സ് വെരി ട്രൂ, ആ ഒരു സ്ലാങ്ങിൽ പറയുമ്പോൾ ആ ഇമോഷണൽ ഡെപ്ത് കുറയുന്നുണ്ടോ? എന്താണ്? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു ഇന്നർ പെയിൻ എല്ലാ ജനറേഷനും ഒരുപോലെ തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. ഒരു പ്രണയം ഉണ്ടാകുന്ന സമയത്തുള്ളൊരു എന്താ പറയുക ഒരു ബ്ലൂമിങ്, അത് സെയിമാണ്, അതിന് മാറ്റമില്ല. പക്ഷെ ഒരു സർക്കിളിൽ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത്ര സീരിയസ് ആവണമെന്നില്ല. ഇന്നർ പെയിൻ ഈസ് ഓൾവേസ് ദ സെയിം. യെസ് ഓക്കെ. എപ്പോഴെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് നേരെ തിരിച്ചുള്ളൊരു അഭിപ്രായമാണ്. കൂടുതൽ കണക്റ്റ് ആവുന്നതായിട്ടാണ് എനിക്ക്. ഇപ്പം നമ്മൾ സ്കിബിഡി വൈബ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ വാക്കറിയുന്നവർക്ക് ഇപ്പോൾ 6-7 തരൂരിൻ്റെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ഐ ഹാവ് നോ ക്ലൂ എന്ന് പറഞ്ഞിട്ടാണ്. തരൂരിൻ്റെ ഒരു ആർട്ടിക്കിൾ റീസെൻ്റ് ആയിട്ട് വന്നിരുന്നു അബൌട്ട് ദിസ് ഒബ്സെഷൻ വിത്ത് 6-7. ശരിക്കും അതിൻ്റെ അർത്ഥം പറയാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, കാരണം പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ അതൊരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇപ്പം ജെൻ ആൽഫ സി, ആക്ച്വലി ജെൻ സി എന്നത് വിട്ടുപോയെന്നാണ് പറയുന്നത്. 6-7 എന്ന് പറയുന്ന ഒരു സംഭവം ജെൻ ആൽഫയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു ചർച്ചയിൽ കേട്ടിരുന്നു, ആക്ച്വലി ഇത് ജെൻ സി ആൻഡ് ജെൻ ആൽഫ അവർക്ക് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഡീകോഡ് ചെയ്യുന്നത്? ഈ മില്ലേനിയൽസും അതിനു മുമ്പുള്ള 80കളിലുള്ളവരാണ് ഇത് മുഴുവൻ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഡീകോഡ് ചെയ്യുന്നത്? അവരുടെ ഒരു കോഡ് ലാംഗ്വേജ് അല്ലേ ഇത്? വൈ ദീസ് എൽഡേഴ്സ് വാണ്ട് ടു ഇൻ്റർഫിയർ? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ജെൻസി ലിംഗോയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ളൊരു കാര്യമായിട്ടൊരു ഫോക്കസ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ വാക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന PhD ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയുമല്ലോ. അപ്പോൾ ഒരു സ്കൂളിലുള്ള സൈക്കോളജി കൗൺസിൽ സ്കൂളിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി പരിചയമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്യുന്ന ഒരാൾ ആ രീതിയിലാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ഇതൊരു 2 വർഷം മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവരുടെ സ്കൂളിൽ, കേരളത്തിന് പുറത്താണ്, അപ്പോൾ അവരുടെ സ്കൂളിൽ കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയോ, ക്ലാസ്സിൽ കുട്ടികളിൽ നിന്ന് ബുള്ളിങ്ങോ അങ്ങനെ എന്തൊക്കെയോ റിലേറ്റഡ് ഇഷ്യൂ. അപ്പോൾ ഗ്രൂപ്പ് ചാറ്റ് പൊക്കി, ടീച്ചർ ഗ്രൂപ്പ് ചാറ്റ് പൊക്കിയിട്ടുണ്ട്. ഇവർക്കിത് വായിച്ചിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്യുന്ന, ഇംഗ്ലീഷല്ലേ അറിയണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഈ സംഭവം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടോ പേരൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ കുറേ ബബിളൊക്കെ വരച്ച് ഞാൻ ശരിക്കും ഐ വാസ് ഫ്ലാബകാസ്റ്റഡ്, ഷോക്ക്ഡ്. കാരണം ഇത് മനസ്സിലാവണ്ടേ എന്താണ് ഇവർ ഈ ഗ്രൂപ്പ് ചാറ്റിൽ സംസാരിക്കുന്നത്? അതിനകത്ത് പല കാര്യങ്ങളും ഇന്ന് വരെയും ഡീകോഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? അതിനകത്ത് 2-3 ബബിൾ ഇങ്ങനെ വരച്ചിരുന്നല്ലോ, അതെന്താണ് അവർക്കും അറിയില്ല, തമ്പുരാൻ അറിയാമെന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിനകത്തൊരു ഡേഞ്ചറും കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഫോണൊക്കെ
ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു പുതിയൊരു നിയമം വരുന്നതിനെ പറ്റിയൊക്കെ ഒരു വലിയ അതെ, ബാൻ ചെയ്യുന്നു, കുട്ടികൾക്ക് കൊടുക്കരുത് അക്കൗണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ചർച്ചയായിരിക്കുന്നൊരു സമയം കൂടെയാണ്. കുട്ടികൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. വിത്തൗട്ട് കൺട്രോൾ ആണ്. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അവർക്ക് ആക്സസബിൾ ആണ്, അവർ സോഷ്യൽ മീഡിയ റീലുകൾ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നമുക്ക് ചുമ്മാ പറയാമെന്ന് മാത്രമേ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നൊക്കെ പറയാമെന്ന് മാത്രം. ജുറാസിക് പാർക്ക് കണ്ട ആരും ഡിനോസർ ആവില്ല എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. പക്ഷേ ഇൻഫ്ലുവൻസസ് ദർ. അപ്പോൾ പേരൻസിന് അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്നവർക്ക്, ഗാർഡിയൻസ്, ടീച്ചേഴ്സിന് ഇവരുടെ ചർച്ചകളും ഇവരെന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നേരെ തിരിച്ചു വിചാരിക്കുന്നവരുണ്ട്, അവരവരുടെ പാടിന് പൊക്കോട്ടെ, എന്തിനാണ് ഇതിലൊക്കെ കയറി ഇടപെടുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രായം വരെ ഇടപെടണം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. ഈ എക്സാക്ട്ലി ഈ ഗ്രൂപ്പ് ചാറ്റിലുണ്ടായിരുന്ന ഒരു കാര്യം അതാണ്. ഒരു കുട്ടീനെ ബുള്ളി ചെയ്തുകൊണ്ടുള്ളൊരു ചാറ്റാണത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവർ സംസാരിക്കുന്നത്. പിന്നെ വേറൊരു അധ്യാപകൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്ലാസ്സിൽ പേരൻസ് മീറ്റിങ്ങിൽ പേരൻസ് വന്ന് പറയാം കുട്ടികളുടെ ചാറ്റ് നോക്കുമ്പോൾ ഡിർ എന്നൊരു വാക്ക് കാണുന്നുണ്ട്, DIR, ഡിർ സാറ് പോലെ എന്തെങ്കിലും ആണ്. അപ്പം ഇത് പൊതുവെ ഒരു ചർച്ചയാണ് പേരൻസ് മീറ്റിങ്ങിലൊക്കെ, ഭയങ്കര ഡിസ്കഷനാണ്. അപ്പോൾ ഇത് എന്താണ് ഈ ഡേഞ്ചർ ഇൻ റൂമാണെന്ന്, അതായത് ഇവർ ചാറ്റ് ചെയ്യുമ്പോഴേ ഡേഞ്ചർ ഇൻ റൂമാണെന്ന്. അപ്പോൾ ബേസിക് ആയിട്ടൊരു അവെയർനെസ് വേണം. കോഡ് ചെയ്തോട്ടെ, പക്ഷേ പേരൻസിനും ടീച്ചേഴ്സിനും ഏറെക്കുറെ കുറച്ചെങ്കിലും കണക്റ്റ് ആവണമല്ലോ. അതെ അതെ, യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ അബിൻ, എന്താണ് പൊതുവേ തോന്നിയിട്ടുള്ളത്? നമ്മളിപ്പം ഈ ലാംഗ്വേജിൻ്റെ കാര്യം ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഡീകോഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. എപ്പോഴെങ്കിലും തന്ത വൈബാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ആണ്. അതിനകത്ത് സമ്മതിച്ചു. അല്ല, എന്താണ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം മലയാളം സിനിമയിലാണെങ്കിൽ ഇപ്പൊ സ്ക്രിപ്റ്റ്സ് ഒക്കെ എഴുതുമ്പോൾ പുതിയ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ. അപ്പം അത് ഭയങ്കര ഫോഴ്സ്ഡ് ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, തന്തവൈബ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമകളാണ്. തന്തവൈബ് ഓഡിയൻസ് തന്നെ കുറേ ഉണ്ട്. ഇല്ല, ഇത് എന്നാ വെച്ചാൽ നമ്മളിപ്പം ആളുകളോട് സംസാരിക്കുമല്ലോ. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു പിന്നെ പേഴ്സണൽ പ്ലാറ്റ്ഫോംസ് ഇല്ല. ഞാൻ എൻ്റെ ഒരു സ്ഥലത്തിരുന്ന് എഴുതുന്നു, ഫ്രണ്ട്സുമായിട്ട് മാത്രം സംസാരിക്കുന്നു, അങ്ങനെ പോകുന്ന. അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അടുത്തൊരു ജനറേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഈ ചെറിയ കുട്ടികളായിട്ട് സംസാരിക്കുമ്പം ഒട്ടും പിടികിട്ടാറില്ല, പ്രത്യേകിച്ച് ഷോർട്ട് ഫോംസ്. അപ്പം എനിക്ക് ഓർമ്മ വന്ന പഴയ SMS കാലം. കാരണം നമ്മൾ കെ എന്നൊക്കെ അയച്ചു കഴിഞ്ഞാൽ അപ്പന് അറിയില്ല എന്താന്ന്, അത് ഓക്കെ എന്നുള്ളതാണ് നമ്മൾ അയക്കുന്നത് പണ്ട്. അപ്പോൾ നീ എന്തിനാ കെ അയച്ചെന്ന് എന്നിട്ട് വിളിച്ചു ചോദിക്കും. ഞാൻ കെ അല്ലാതെ ഓക്കെ എന്നുള്ളതാണ്. ഓക്കെ മനസ്സിലായില്ല. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിക്കും ഇതെന്താ. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു സീനിയർ ഈഗോ വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ തന്തവൈബ് ആവുക. നമ്മളൊക്കെ അതിന്റെ ആവശ്യമില്ല, നമുക്കറിയാത്ത കാര്യമാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംഭവിക്കും, ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും. യെസ്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കാലം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഒരു 30 years ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് കുറഞ്ഞു വരികയാണ്. ഇപ്പം 10 വർഷത്തിന്റെ ഒരു ഗ്യാപ്പിൽ തന്നെ അടുത്തൊരു ജനറേഷൻ വന്നു കഴിഞ്ഞു, ജനറേഷൻ ബീറ്റ വന്നു. അപ്പൊ അത്രയ്ക്ക് മാറ്റമാണ്, ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ടാണ് എല്ലാം മാറുന്നത്. അപ്പോൾ പിന്നെ ഈ അഡാപ്റ്റബിലിറ്റി ഉണ്ട്. അത് ഇപ്പം ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല, നമ്മളെ ജനറേഷൻ സത്യത്തിൽ അത് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ചേഞ്ചസിനോട് വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആയി. നമ്മൾ പിന്നെ സ്മാർട്ട് ഫോൺ വരുന്നു, ടച്ച് ഫോൺ വരുന്നു, ഫ്ലിപ്പ് ഫോൺ, മറ്റേത് മറിച്ച് ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റഡ് ആയി. ഓർക്കൂട്ട് ഇന്ന് ഫേസ്ബുക്കിലേക്ക് മാറാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു ചേഞ്ചിനോട് നമ്മൾ എത്രത്തോളം അഡാപ്റ്റഡ് ആവുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ജീവിതം കുറേ കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിഷമിക്കും, പ്രശ്നമാവും. പിന്നെ ഈ പറയുന്ന നമ്മൾ സിനിമയൊക്കെ കഥകൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഫിലിം ആലോചിക്കുമ്പോൾ അല്ല, ഈവൻ ഫിക്ഷൻ ആലോചിക്കുമ്പോഴും. കാരണം ഇതിൻ്റെ ഒരു പ്രൈമറി റീഡേഴ്സ് അല്ലെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു കൗമാരക്കാരാണ്, അല്ലെങ്കിൽ യങ് ഓഡിയൻസ് ആണ്. കാരണം അവരാണ് ഒരു കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഈ കാലം, ജെൻസിയുടെ കാലം എന്ന് പറയുന്നത് അവരാണ് ഈ കാലത്തെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്നത്, ലാംഗ്വേജ് ഷിഫ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്, പിന്നെ കോസ്റ്റ്യൂം ട്രെൻഡുകൾ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഡയമെൻഷൻസ് മാറുന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന് ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊരു പിടിയില്ല. കാരണം സിനിമ റിലീസായാൽ ഫ്രൈഡേ റിലീസാവുന്നു, സാറ്റർഡേ സൺഡേ ഫിലിം കാണുന്നത് അല്ലെങ്കിൽ ഫ്രൈഡേ കാണുന്നത് ഈ ഗ്രൂപ്പാണ്. 16 അല്ലെ 15 തൊട്ട് 25 വരെയുള്ള ആ ഗ്രൂപ്പാണ് ഫസ്റ്റ് ഓഡിയൻസ്. അവർക്ക് ക്ലിക്ക് ആയാലേ മൗത്ത് പബ്ലിസിറ്റി പോസിറ്റീവ് ആവുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒറ്റയടിക്ക് പടം താഴും. സോ
നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു 10-15 വർഷം സീനിയോറിറ്റിയിൽ ഇരുന്നിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്, പേടിയുണ്ട്, ടെൻഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അതൊരു ഈ കാലത്തിൻ്റെ എല്ലാ കാലത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പക്ഷെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് നമ്മൾ കുറേ സ്റ്റീരിയോ ടൈപ്സിനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു മലയാളം സിനിമ. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കിയത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ? ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ യങ് ജനറേഷനോടുള്ള എനിക്ക് റെസ്പെക്റ്റ്. അവരൊട്ടും പ്രിജുഡീസ്ഡ് അല്ല. അവർ കുറേം കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് സിനിമ കാണുന്നത്, വായിക്കുന്നത്, പിന്നെ ഒരു ഡിസ്കഷനിലിരിക്കുന്നത്, ഒരാളോട് സംസാരിക്കുന്നത്. നമുക്കൊക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വരെ. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഒരളവ് വരെയൊക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ അതൊന്നുമില്ല. വളരെ ഫ്രീ ആണ് ആളുകളോട് സംസാരിക്കുന്നതിലായാലും ഒരു സാധനത്തെ കൺസീവ് ചെയ്യുന്നതിലൊക്കെ. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേഴ്സണലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അതാണ് ഈ ജനറേഷൻ്റെ. അവർ വളരെ വർക്ക് പ്ലേസ് കൾച്ചറൊക്കെ അപ്പം എങ്ങനെയാണ് പൊതുവെ എല്ലാവരുടെയും? ആൻഡ് അന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ഫീലിംഗ്? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളും മുതിർന്നവരൊക്കെ വരുമ്പോഴും ഐ മീൻ ഇസ് ദെയർ എ ഗ്യാപ്പ് ദെയർ? കാരണം എന്താണെന്ന് വെച്ചാൽ ദ ജനറേഷൻ ബിഫോർ അസ് ദേ ടെൻ ടു സ്റ്റിക്ക് ടു എ സ്ട്രക്ചർ. ഇറ്റ്സ് വെരി പ്രാഗ്മാറ്റിക് ആൻഡ് ദേ ബിലീവ് ഇൻ ഹാർഡ് വർക്ക് ആൻഡ് ഓൾ. ബട്ട് വി ഡു ക്വസ്റ്റ്യൻ എ ലോട്ട് ഓഫ് തിങ്സ്. എന്ന് പറയുമ്പം വി വോണ്ട് ടു ബി ഫൈനാൻഷ്യലി കംഫർട്ടബിൾ, ബട്ട് ദെൻ വി ഓൾസോ ഡോണ്ട് വോണ്ട് ടു ബി ബേൺഡ് ഔട്ട്. കാരണം നമ്മുടെ ജനറേഷൻ കുറേ കണ്ടിട്ടുണ്ട്. എന്ന് പറയുമ്പം പീപ്പിൾ കുറേ ആൾക്കാർ വർക്ക് ചെയ്തിട്ട് ബേൺ ഔട്ട് ആകുന്നതും getting exhausted at a very early age. So we do, at the end of the day, our ultimate priority is being emotionally stable. So we want to make money but at an emotionally stable rate. For example, ipo China there is a Zen space. It's for people like 30 vayasulla aalkarku who are burnt out from working. They can go stay there for a month. And that is a very Gen Z concept for me, because I can't comprehend that മുമ്പത്തെ ജനറേഷൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. സോ വി ഡു വോണ്ട് ടു ബി ഫൈനാൻഷ്യലി സ്റ്റേബിൾ അറ്റ് എ വെരി ഏർലി ഏജ്. വി ഡു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറ്റ് എ വെരി ഏർലി ഏജ് ബിക്കോസ് വി വോണ്ട് ടു ബി കംഫർട്ടബിൾ ആൻഡ് ഇമോഷണലി കംഫർട്ടബിൾ. ഇപ്പം നേപ്പാളിൽ ജെൻസിയാണ് റെവല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടുത്തെ സ്ട്രക്ചറിനെ പൊളിച്ചത് അവരുടെ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ജെൻസി നടത്തിയ സമരങ്ങളും റെവല്യൂഷനുമാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. പക്ഷേ അവർ ആ ഒരു പ്രക്ഷോഭം നടത്തുന്നു, അവർ ആ റിവോൾട്ടിന് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഇത് 70s ശുഭിത യൗവനം എന്ന് പറയുന്ന 70s എമർജൻസിക്ക് തൊട്ട് മുമ്പും പോസ്റ്റ് എമർജൻസി പീരീഡിലൊക്കെ യങ്സ്റ്റേഴ്സാണ് സമരം ചെയ്യാൻ ഇറങ്ങിയത്. അപ്പം ആ ഫയർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് സോഷ്യലിയും വളരെ പോസിറ്റീവാണ്. യെസ്. അപ്പം അവിടെ തന്നെ വരുന്നൊരു വലിയ കാര്യമാണ് മുമ്പേ പറഞ്ഞ പോലെ ബേൺ ഔട്ട് വരുമ്പോഴാണ് ഇപ്പം ഈ പണ്ടില്ലാത്തൊരു ടെർമിനോളജി ആയിരുന്നു ഡീടോക്സ്, സോഷ്യൽ മീഡിയ ഡീടോക്സ്. ഇപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫെഡപ്പായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? ആ ഒരു ഡിജിറ്റൽ ഡീടോക്സ് അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി അതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡീടോക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷൻ എല്ലാം ഇപ്പം പോസ്റ്റിംഗ് സീറോ. ഇതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും ഈ സാധനം ഞങ്ങൾ മാക്സിമം ഇതിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആയി പോവാണ്. അതാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ചാലഞ്ച്. പണ്ടത്തെ ചാലഞ്ചസ് ഒക്കെ വേറെ ആയിരിക്കും, നല്ല ജോലി കിട്ടുക, എവിടെയെങ്കിലും സെറ്റിൽ ആവുക. പക്ഷേ ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റിയും സമാധാനമാണ് വേണ്ടത്. അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജനറേഷനിൽ കാര്യമായിട്ട് പറയാനായിട്ടുള്ളത്? വി കാൻ ഗോ ബാക്ക് ടു ബുള്ളോക്ക് ആർട്സ്. അതായത് നമുക്ക് പിന്നോട്ട് നടക്കാൻ പറ്റില്ല, മുന്നോട്ട് തന്നെ നടന്നേ മതിയാവുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണെങ്കിൽ ഇപ്പോൾ AI, ഇപ്പം ഹരാരി പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ജനറേഷൻ വരുന്ന സമയത്തും നമ്മൾ പറയും ഇത് അടിപൊളി ജനറേഷനാണ്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും തലതെറിച്ച ജനറേഷൻ. ഇത് ഏതൊരു പുതിയ ജനറേഷൻ ഇപ്പോൾ 90കളിലുള്ളവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പിന്നിലോട്ട് ചിന്തിച്ചാൽ മതി. ന്യൂജൻ ഒരു 2010 കാലഘട്ടത്തിലൊക്കെ ന്യൂജൻ പടം, ന്യൂജൻ ഗുണ്ട, ന്യൂജൻ പിള്ളേർ ആകെ പ്രശ്നമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് 2010 ആ ഒരു സമയത്താണ് 90കളിലുള്ളവർ വർക്ക് സ്പേസിലേക്ക് കടക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരും പഴി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഹൈപ്പർ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ വി കാൻ ഗോ ബാക്ക് ടു ബുള്ളോക്ക് ആർട്സ്. നമുക്ക് കാലം മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹരാരി പറയുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ജനറേഷൻ. ഇത്ര കാലം നമ്മൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാണ് ആദ്യത്തെ ജനറേഷൻ, വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. പുള്ളി പറയുന്നത് AI ഒക്കെയാണ് അതിൻ്റെ റീസൺ എന്നാണ്. പക്ഷേ ദാറ്റ്സ് എ ട്രൂത്ത്. മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും പഴയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പൊതുവെ ഡ്യൂയി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം?
ഇന്നത്തെ കുട്ടികളെ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്നലകളിലേക്കാണ് കൊണ്ടുവന്നത്. AI ഉപയോഗിക്കല്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കല്, കാണാപാഠം പഠിക്ക്. ദാറ്റ്സ് നോട്ട് എഡ്യൂക്കേഷൻ, റൈറ്റ്? നമ്മുടെ എഡ്യൂക്കേഷനിലും മാറ്റം വരണം. കാരണം ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ഒരുപക്ഷെ ടീച്ചേഴ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ക്ലാസ് എടുക്കുക, അതായത് നമ്മൾ പഴയ മെത്തേഡാണ് എടുക്കുന്നത്, നിവർത്തിയില്ല. ലെക്ചർ മെത്തേഡിൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടാണ്. പണ്ട് പറയും ക്ലാസ് നന്നായ പിള്ളേർ അനങ്ങൂല, അവിടെ തന്നെ ഇരിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ ലിസണിങ് സ്കില്ലിലുള്ള ട്രെയിനിങ് ഒരു സ്കില്ലാണല്ലോ, നൈപുണ്യമാണ്. കൃത്യമായി റിഹേഴ്സൽ കിട്ടിയാൽ പ്രാക്ടീസിലൂടെ മാത്രം ഇമ്പ്രൂവ് ആവുന്ന ഒരു സംഭവമാണ് സ്കില്ലെന്ന് പറയുന്നത്. ലിസണിങ് ഒരു സ്കില്ലാണ്, അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. ഒരുപക്ഷെ ഇതിന് മുമ്പുള്ള ജനറേഷൻ അതിനുള്ള ട്രെയിനിങ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാലത്തിനനുസരിച്ച് എല്ലാവരും മാറേണ്ടി വരും. എഡ്യൂക്കേഷൻ മാറേണ്ടി വരും, വർക്ക് സ്പേസുകൾ മാറേണ്ടി വരും. പിന്നെ സംസാരിക്കുകയായിരുന്നു ഇപ്പം സ്ലീപ്പ് പാറ്റേൺ. ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ഇവർ ഉറങ്ങുന്നത് മിക്കവരും പുലർച്ചെ 4 മണിക്കൊക്കെ ആയിരിക്കും, എന്നിട്ട് ഉച്ചയെ തിരിഞ്ഞിട്ടാണ് കണ്ണു തുറക്കുന്നത്. ഈ സ്ലീപ്പ് പാറ്റേണിൽ മാറ്റം വരുന്നു, എല്ലാം മാറും. മാറ്റമാണ് ഓൺലി കോൺസ്റ്റൻറ്റ്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ പഴയ തലമുറയ്ക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. യെസ്, ഓക്കെ. എനിക്ക് നെക്സ്റ്റ് ചോദിക്കാനായിട്ടുള്ളത് അന്നയോടാണ്. ഇപ്പം ജെൻസീസ് കൂടുതലായിട്ടും എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? ബിക്കോസ് ഇപ്പോൾ ഒരു വലിയൊരു സ്റ്റഡി വന്നിട്ട് പറയായിരുന്നു, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒറ്റ മൈൻഡ് ആൾക്കാർ നമ്മളാണ്. ബേസിക്കലി പണ്ടൊക്കെ ആൾക്കാർ ലോൺ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മെയിനായിട്ടോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഈ കാറ് മേടിക്കാനോ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ജെൻസീസ് ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? യാത്ര പോകാനാണ്. യാത്ര പോകാനായിട്ട്. അപ്പം യാത്രയ്ക്കും കോൺസേർട്സിനും. അപ്പം ഇത് ഫിനാൻഷ്യൽ ലിറ്ററസി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ വളരെ വലിയൊരു മണ്ടത്തരാണ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? വൈ ഡു വി സ്പെൻഡ് ഓൺ എക്സ്പീരിയൻസസ്? ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് കോർ ആയിട്ട് ബിലീവ് ചെയ്യുന്നൊരു സംഭവം ഇസ് യു ഓൺലി ലിവ് വൺസ്. So you need to like have, we try to have like the most experience in a very short time. So and I second with that. ഞാനും വേണമെങ്കിൽ ട്രാവൽ ചെയ്യാനും കോൺസേർട്ടിന് പോകാനൊക്കെ ലോൺ എടുക്കുകയാണ്. ബട്ട് at the end of the day that is എന്താ പറയുകയാണ്, financially it's not a smart decision, right? But then that is also because we do feel socially a lot younger. ബിക്കോസ് സോഷ്യലി ഈ ഐഡിയൽ മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പം ജോബ്, മാരേജ്, ചിൽഡ്രൻ, റിട്ടയർമെൻറ്റ്, ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ആർ ഐഡിയോളജി. വി ഡോണ്ട് ഫോളോ ദി നോർമൽ ഐഡിയോളജീസ് ദറ്റ് ദി അതർ ജനറേഷൻസ് യൂസ് ടു. വി ക്വസ്റ്റ്യൻ ഇറ്റ്. So we wouldn't want that typical lifestyle. We do want to experience other stuff. And I think that's one of the most unique things about this generation. Because I have seen like a lot of people who wanted to who just stick to their life. ആ ഒരു സിസ്റ്റമിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതിനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മച്ച് ബെറ്റർ ടു ഹാവ് മോർ എക്സ്പീരിയൻസസ്. സോ ഐ തിങ്ക് Gen Z ഈസ് ബെറ്റർ ഇൻ ദാറ്റ് സെൻസ്. യെസ്, ആൻഡ് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അന്നത്തെ കാലത്ത് എന്തൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? വാട്ട് മെയ്ഡ് യു ഗൈസ് നോട്ട് സ്പെൻഡ് ഓൺ എക്സ്പീരിയൻസസ്? ഐ മീൻ യു മസ്റ്റ് ഹാവ് ഹാഡ് എ സ്റ്റോറി, റൈറ്റ്? ഇല്ല, എൻ്റെ അപ്പൻ ലോൺ എടുത്ത് വീട് പണിതിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര രസമുള്ള കാര്യമാണ്. കാരണം യാത്രകൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. പഴയ ജനറേഷൻ യാത്ര ചെയ്യുന്നത് എപ്പോഴാണ്? ഹണിമൂണിന്. അത് 2 ദിവസം 3 ദിവസം എന്തോ ഏതെങ്കിലും ടിപ്പിക്കൽ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ആ ജനറേഷൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മളൊരു റീല് കാണുന്നു, ആ റീലിൽ ഒരു സ്ഥലത്ത് പോകുന്ന ഒരു വ്ളോഗർ നമ്മളെ ഒരു പുതിയ സ്ഥലം കാണിച്ചു തരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കും. നമ്മൾ ആ വഴി ഏതൊരു നമ്മൾ അവിടേക്ക് തന്നെയായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പരിസരത്ത് പോകുമ്പോൾ അവിടെ പോകും. സോ ഈ പിന്നെ ഞാനടക്കമുള്ള എൻ്റെ ജനറേഷനെ ഈ ജെൻസി ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ യാത്രകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, കൂടുതൽ സ്ഥലങ്ങൾ കാണണം, ആൾക്കാരെ കാണണം എന്നുള്ളൊരു ഞങ്ങൾക്ക് അതിനുള്ള സാധ്യത ഞങ്ങളുടെ ഒരു കൗമാരത്തിലും ഞങ്ങളുടെ ഒരു യങ് ഏജിലും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 10Cയിലെ ആൾക്കാർ 10D, നെക്സ്റ്റ് സ്കൂള്, ബസ്, ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം കൊറിയയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ്. അപ്പം എല്ലാം മാറി. സോ അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്ന ഒരു പോയിന്റാണ്.
ഞാൻ വേറൊരു ആസ്പെക്ട് പറഞ്ഞിട്ട് ഇപ്പം നമ്മളെപ്പോഴും ചർച്ചയില്ല, എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ ചർച്ചയാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ കുറേ ചർച്ച ജെൻസിനെ കുറിച്ച് ഫോളോ ചെയ്യാറുണ്ട്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ജെൻസി ഒരു പ്രതിനിധീനെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ചർച്ചയാണെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഈ അടുത്ത് നടന്ന എല്ലാ സാഹിത്യോത്സവത്തിലും ജെൻസി ഒഴിച്ച് ബാക്കി എല്ലാ ജനറേഷനും ഇവിടെ പാനലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജെൻസി എന്താ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഉണ്ടല്ലേ, ആ ഡിഫറൻസ്, അതായത് ജെൻസിയുടെ ഒരു വോയിസ് എവിടെയും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ മൂവി അബിൻ പറഞ്ഞതുപോലെ ജെൻസി ഇംപ്ലൈഡ് ഓഡിയൻസ് ആയിട്ട് വരുന്ന കുറേ മൂവീസ് ഉണ്ട്. ഒരു മറ്റ് ജനറേഷൻ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് വേറൊരു ചർച്ച. പക്ഷേ അവിടെ ഇംപ്ലൈഡ് ഓഡിയൻസ് ആയി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരുപാട് മൂവീസ് ഉണ്ട് അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള, അവരത് ഹിറ്റാക്കുന്നുണ്ട്. ഫിക്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫിക്ഷനിലോട്ട് വരുമ്പോൾ ജെൻസീനെ ഇംപ്ലൈഡ് ഓഡിയൻസ് ആക്കി വെച്ചുകൊണ്ട്, റീഡറാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ ഏതെങ്കിലും ഒരു വർക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണേ കണ്ടുള്ളൂ. അതിപ്പോൾ വിനോയ് തോമസിൻ്റെ ആകാശവിസ്മയാണ്. ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വായിച്ചു നോക്കി. എനിക്കിഷ്ടമായോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം ഈ വർക്കിനെ കുറിച്ച് കുറേ പേരെങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഇതൊക്കെ ഒരു നോവലാണോ, ഇതെന്താ ഇത് ഇംഗ്ലീഷൊക്കെ കൂട്ടിക്കലർത്തി മലയാളത്തെ വികൃതമാക്കി വെച്ചിരിക്കുന്നു, എന്തൊക്കെ പേരുകളായത്. ഇത് പറഞ്ഞ ആൾ വേറൊരു ജനറേഷനിലുള്ള ആളാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ് പേഴ്സൺ അല്ലേ. അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമല്ല ആകാശവിസ്മയം. ഒരുപക്ഷെ ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അത് കണക്റ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പേഴ്സണലി. പിന്നെ ഈ ഭാഷയെ ഭാഷയുടെ എന്താ പറയുക പ്യൂരിറ്റി, ഇതൊക്കെ നമ്മൾ വിട്ടുപിടിക്കേണ്ട സമയമായി എന്നാണ് അല്ലേ. 1000 - ഓറ. ഓറ മൈനസാ. അതായത് ഈ ജെൻസി വളരെ കണ്ണിങ് ആണ്, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അവരെ പറ്റിക്കാൻ പറ്റില്ല. ഇത് ജെൻസിക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്, ജെൻസിക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലും തട്ടിക്കൂട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തൊട്ട് ചീത്തവിളി തുടങ്ങും സകല സ്ഥലത്ത്. ഇത് ഭയങ്കര സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പം പുസ്തകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അത് ജെനുവിൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നതാണെന്ന് തോന്നിയാൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഞങ്ങളുടെ ജനറേഷനെ കുറേ കൂടെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. കാരണം നമുക്ക് മുമ്പിൽ ഓപ്ഷൻസ് കുറവായിരുന്നു, നമുക്ക് മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയംസും കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വളരെ ക്വിക്കായിട്ട് ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്, മുൻമാതൃകൾ കണ്ടിട്ടുമുണ്ട്. സോ ഇപ്പോൾ കൊറിയയിലും മറ്റ് ലാംഗ്വേജിലൊക്കെ ഒരുപാട് സീരീസുകൾ വരുന്നു, പിന്നെ മ്യൂസിക് ബാൻഡുകളുണ്ട്. അപ്പോൾ ഇതാണ് ജെൻസി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കച്ചറ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കില്ല. സോ അത് വളരെ വലിയൊരു സാധനമാണ്, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ജനറേഷൻ ആണ്. അതെ അതെ അതെ, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നിരീക്ഷിക്കുന്ന ഒരു ജനറേഷനും കൂടെയാണ്. അവിടെയും ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഭയങ്കര അവെയറാണ്. അപ്പം അത് എത്രത്തോളം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും അതിൽ നിന്നുണ്ടായിരുന്നോ? എന്താണ് ഇമോഷണൽ അവയർനെസ്സിനെ പറ്റി ഫസ്റ്റ് അന്ന പറയാൻ? ഇമോഷണലി അവയർനെസ് എപ്പോഴും ലൈക്ക് അതിനെ അസ്യൂം ചെയ്യുന്നത് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടാണ്. യുനോ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ തൊട്ട് മുമ്പുള്ള മിക്ക ജനറേഷൻസ് ദേ ജസ്റ്റ് ഫിഗർ ദറ്റ് വെർ വെരി സെൻസിറ്റീവ് വെൻ വി, പക്ഷേ വെർ ആക്ച്വലി അഡ്രസ്സിങ് ലൈക്ക് വെരി ലൈക്ക് important social issues and some systems that has to be changed. Adinayke address cheyumbo we're often called sensitive. For example, now we're living in a society where actresses in movie industries are calling out body shaming, and annu vediyil undarna mikkavarkkum manasilayilla why that was a wrong thing. Because they were brought up in circumstances where those remarks were considered normal, and it's ബിക്കോസ് ഓഫ് ഒരു ജനറേഷണൽ ചേഞ്ച് വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ള ആക്ട്രസസ് അതിനെ കോൾ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് വെൻ വി കോൾ ഔട്ട് സച്ച് സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് why are you body shaming, right? Why are you being racist? When we call out these things, we are often called sensitive. And that is not true at all. We are just more emotionally aware. Yes. ഇതിനൊരു ഉദാഹരണം ഇപ്പോൾ ഞാൻ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ നമ്മൾ കളിയാക്കി നിക് നെയിം അല്ല കുറ്റപ്പേര് എന്നൊക്കെ പറയും. എന്താ അതിൻ്റെ ഒരു റീജിയണൽ എന്ന് പറയും, കുറ്റപ്പേര് എന്നാണ് ഞങ്ങൾ തൃശ്ശൂർ പറയാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. അത് കൂടുതലും ബോഡി റിലേറ്റഡ് ആയിട്ടായിരിക്കും. കറുത്ത അഖിൽ, പൂച്ചി വിഷ്ണു, പൂച്ചി ഇൻ ദ സെൻസ് പ്രാണി, കുഞ്ഞിത്, ആ രീതിയിലുള്ള പേരുകൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനത് കേട്ടിട്ടുണ്ട്. ഇന്ന് പിള്ളേരുടെ ഇടയിൽ അങ്ങനെ അത് ഞാൻ കേൾക്കുന്നില്ല. ആൻഡ് ഐ അപ്രിഷ്യേറ്റ് ദാറ്റ്. അത് വളരെ കുറവാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ, എൻ്റെ വേറെ ക്വാണ്ടിഫയബിൾ ഡേറ്റയൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്തരം ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള പേര്, അത് ഒരുപക്ഷെ എൻ്റെ ജനറേഷനിലുള്ളവർ ഇതിങ്ങനെ പറയുമ്പോൾ ചിരിക്കും, ഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചിരുന്നു. നമുക്കുള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നമ്മളത് പുറത്തെ, കാരണം നമ്മൾ അവെയർ ആയിരുന്നില്ല. ദിസ് ഇസ് നോട്ട് റൈറ്റ്.
ഇത് ശരിയല്ല എന്നൊരു തിരിച്ചറിവ് ഇതിന് മുമ്പിലത്തെ ജനറേഷൻ ഉണ്ടായിട്ടില്ല. ഇവർക്കുണ്ട്, ഇവർ റിയാക്ട് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ബോഡി റിലേറ്റഡ് ആയിട്ട് ബൗണ്ടറി കടന്നുകൊണ്ട് ഞാനൊരു കമൻറ്റ് പാസ് ചെയ്യുമ്പോൾ ദേ വിൽ റിയാക്ട്. ആൻഡ് ആ റിയാക്ട് ചെയ്യുന്നതിന് ആൾക്കാർ 2K എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ്. ഇവിടെ മുൻപുള്ള ജനറേഷൻ ഇത് അപ്രിഷിയേറ്റ് ചെയ്യുകയും നമ്മളത് അവരിൽ നിന്ന് ആ പാഠം പഠിക്കുകയും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊളിറ്റിക്കലുമാണത്. There is a saying that millennials learned how to survive the system and Gen Z's learned how to rewrite the system. And I think that is like a very meaningful saying. Yes. They are rewriting scripts like marriage, relationship, everything, right? Yes, definitely. And I think we are almost time. Yes, and ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. സോ ഞാൻ ഈ സെഷന് വന്നത് തന്നെ ഇസ് ബിക്കോസ് ആന ഇസ് മൈ ഡോട്ടേഴ്സ് ഏജ്. ഓക്കെ, ആൻഡ് കുറേ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ കൂടെ ഐ ഓൾസോ ഫീൽ കുറേ ഡിറ്റാച്ച്ഡ് ആണ്. ദാറ്റ് ജനറേഷൻ വളരെ ഡിറ്റാച്ച്ഡ് ആണ്. നൗ സംടൈംസ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് മൈ ഡോട്ടേഴ്സ് ലൈക്ക് ദാറ്റ്. അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് നോട്ട് എ പീപ്പിൾ പ്ലീസർ. I think that whole generation, they are not people pleasers. പക്ഷേ should we have a mid path? Now body shaming-ൻ്റെ കാര്യം പറഞ്ഞു. ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പം her grandfather told her she's put on a lot of weight. She doesn't want to go back. How do I deal with that? See, we are a generation that tend to not please anyone. We do question everything. ആൻഡ് ഈ നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ആണെന്ന് പറയുമ്പം ഇറ്റ്സ് യൂഷ്വലി ബിക്കോസ് വി ഡു സൗണ്ട് അൺസീരിയസ് എ ലോട്ട് ഓഫ് ടൈംസ്. ആൻഡ് ദാറ്റ് അൺസീരിയസ്നെസ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ഡോണ്ട് കെയർ. ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എ സോഴ്സ് ഓഫ് സേഫ്റ്റി. When we're saying something out loud, when we're making a very, controversial remark, that irony or sarcasm keeps us afloat. നമ്മളൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു റിമാർക്ക് പറയുമ്പോഴത്തേക്കും when we are saying it in a sarcastic way, we're not completely open to judgment. It feels safer. So that is what detachment usually feels like. But then inside we are actually a bit attached. So one more point to add. പാരൻറ്റിങ് സ്റ്റൈലിൻ്റെയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ ഇവിടെ 90-കളിലും 80-കളിലുള്ളവരും അനുഭവിച്ചിരുന്ന പാരൻറ്റിങ് അതോറിറ്റേറ്റീവ് ആണ്. അടി കുത്തി അടിച്ചനുസരിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വോയിസ് ഉണ്ട്. അവർക്ക് വോയിസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇപ്പോൾ വീട്ടിൽ എനിക്ക് ഇത് വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടുമായിരുന്നു 2 അടി. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു വോയിസ് ഉള്ളത് കൊണ്ട് തന്നെ ഐ തിങ്ക് വി ഷുഡ് സീ ഇറ്റ് ആസ് പോസിറ്റീവ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജെൻറ്റൽ പാരൻറ്റിങ് എന്നുള്ള പേരിൽ ഭയങ്കര കെയർലെസ് പാരൻറ്റിങ്ങും കണ്ടുവരാറുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ബോത്ത് ഈവിൾ ആൻഡ് ഗുഡ് ഒന്നിച്ചാണല്ലോ എക്സിസ്റ്റ് ചെയ്യാം. യെസ്, I have a question to Shyama or ഹായ് സർ. hi Abin. So ഈ ഡിസ്കഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ലൈക്ക് യു ആർ ഓവർ നോർമലൈസിങ് ദ Gen Z generation because I have an example. So Gen Z generation are more self-harm. There is a study in Australia. That's the reason Australia government bringing a restriction usage of mobile phone in the age group of 16. And also I have a contradiction told by Abin regarding Nepal Gen Z agitation. So that is also not absolutely correct because if you ask any Gen Z people in this hall, they will not aware of who is the food and civil supplies minister in Kerala. They are not aware of politics. So I think this discussion is over normalizing Gen Z generation. They are better than millennials. That is not right. And one of the statement told by Anna, there is a saying, millennials knows how to survive the system and Gen Z rewrite the system. That is also absolutely bullshit. That's what I feel. So anyone can comment on this. താങ്ക് യു സർ ഫോർ യുവർ ഒപ്പീനിയൻ. നമ്മുടെ കയ്യിലൊരു ക്വാണ്ടിഫയബിൾ ഡേറ്റ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്.
അതായത് നമ്മൾ ഒപ്പീനിയൻ എന്നും എക്സ്പീരിയൻസ് എന്നാണ് ഇപ്പം ജെൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്നിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ചരിത്ര നോവലുകൾ എഴുതുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 50 വർഷം മുമ്പാണ്, അങ്ങനെയാണ് നമ്മളൊരു ടൈം പീരീഡ് പറയുക. ഒരു ചരിത്ര നോവൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 50 വർഷത്തെ ഒരു ഗ്യാപ്പ് വേണം എന്ന് പറയും. ഇന്നിനെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ആ ഒരു ഡിഫിക്കൽട്ടി ഈ സബ്ജക്റ്റിലുണ്ട്. കാരണം നമ്മൾ ഇന്നിപ്പോൾ ഒരു ലിവ്ഡ് റിയാലിറ്റിയാണത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം മാറുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഓവർ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് അറൗണ്ട് അസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പാരൻറ്റിംഗ് എന്നുള്ള പഴയ അടികുത്ത് സ്റ്റൈലിലേക്ക് നമ്മൾ മാറേണ്ടി വരും. പക്ഷെ നമ്മളൊരു സിവിലൈസ്ഡ് മോഡേൺ സൊസൈറ്റി എന്നുള്ള രീതിയിൽ ഇനി ഒരു തിരിച്ചുപോക്ക് എന്തായാലും നടക്കില്ല. പൊതുവെ എല്ലാവരും പറയുന്നൊരു സൊല്യൂഷൻ അതാണ്. ഏതൊരു ജനറേഷനും പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഒരു പ്രശ്നമില്ലാത്ത കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ജനറേഷൻ എവിടെയുമില്ല. ഈ ജനറേഷനും തീർച്ചയായിട്ടും കുറച്ച് പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പണ്ടത്തെ പോലെ വടി എടുത്ത് അടിച്ച് അങ്ങ് നന്നാക്കണം. ആ വടി പോയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. വടി ഉണ്ടായിരുന്നപ്പോൾ, അടി കിട്ടിയിരുന്നപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ്സ് റോങ്, റൈറ്റ്? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇല്ല, ഒരു ജനറേഷനും മറ്റൊരു ജനറേഷനേക്കാൾ നല്ലതാണെന്നോ മോശമാണെന്നോ പറയാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇതൊരു ഫ്ലോ ആണ്, ഒരു കാലത്തിൻ്റെ ഒരു ഫ്ലോ ആണ്. അതിലൊരു ഘട്ടത്തിൽ നമ്മൾ വരുന്നു, അടുത്ത ഘട്ടത്തിൽ മറ്റേ ആൾക്കാർ വരും. ഇപ്പം ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണില്ലാന്ന് വേറെ ആരുടെയും തലയിൽ വീണാനെ അങ്ങനെ, അല്ലെങ്കിൽ ആ ലേഡി ഓർ മെൻ ആളത് കണ്ടുപിടിക്കുകയും ചെയ്തേനെ, അത്രേ ഉള്ളൂ. പിന്നെ പൊളിറ്റിക്കലി അവെയർ ആവുക എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആരാണെന്ന് അറിയണമെന്നില്ല. പക്ഷെ നമുക്ക് ഫുഡ് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തെരുവിലിറങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യ ഗേറ്റിൽ സമരം നടത്തിയത് ചെറുപ്പക്കാരാണ്, JNUവിലുള്ള വിദ്യാർത്ഥികളാണ്. പിന്നെ ഡൽഹിയിലും മറ്റ് പല ക്യാമ്പസുകളിലുമാണ് ഇന്ത്യൻ ഫാഷിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളത്. അത് പിന്നെ ഇപ്പം 30കളിലും 40കളിലും ഇരുന്ന് സർക്കാർ ജോലിയിലും മറ്റേ ജോലികളിലൊക്കെ ഇരുന്ന് തഴമ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ പിണതൈലം വാങ്ങുന്ന ജനറേഷൻ അല്ല. ആ യങ് ജനറേഷനാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നതും ആദ്യം തെരുവിൽ ഇറങ്ങുന്നതും. സോ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പല പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് അഡ്രസ്സ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന പല ഇഷ്യൂസും ഈ രീതിയിൽ പിന്നെ സൊസൈറ്റിയുടെ ഇതിലേക്ക് എത്തുന്നത് ജെൻസിയും കൂടെ അത് ഷെയർ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ. അല്ലെങ്കിൽ അത് എത്തില്ല. അപ്പോൾ ജെൻസി ആ രീതിയിൽ പൊളിറ്റിക്കലി അവെയർ അല്ല എന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പം ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പുള്ളിയുടെ കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഒരു ഫ്രണ്ട് N വേർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് മനസ്സിലായില്ല N വേർഡ് എന്താണെന്നുള്ളത്. പിന്നെയാണ് പുള്ളി അതിനെപ്പറ്റി പഠിക്കുന്നത്. അത് അപ്പം പുള്ളി എന്നോട് പറയണം, നമ്മളൊക്കെ അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ്, പക്ഷേ ഇപ്പം ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതായി മാറി. അപ്പം പൊളിറ്റിക്കലിയും അവെയറാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പിന്നെ എല്ലാ ജനറേഷനും ആ ജനറേഷൻ്റെതായ ക്വാളിറ്റികളും സെറ്റ് ബാക്കുകളും ഉണ്ട്. അടുത്തൊരു ജനറേഷൻ വരുമ്പം ജെൻസി ആ ജനറേഷന് പിന്നിലാവും. വളരെ സ്വാഭാവികമാണ്. ഹായ്, നന്നായിട്ട് തല്ല് മേടിച്ച് വളർന്ന ഒരു ജനറേഷനിൽ പെട്ട ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു പേരൻ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ജെൻസീസ് കൂടുതൽ എൻടൈറ്റിൽഡ് ആണെന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? അതായത് പേരൻസിന് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നുന്നതായ കാര്യങ്ങൾ എൻ്റെ റൈറ്റാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന തരം കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസ് കുറേ പേര് കടത്തിൽ പോയിട്ടുണ്ട്. ബൈക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ബൈക്ക് വേണം, അത് കോളേജിൽ പോകാൻ വേണം. നമ്മളൊക്കെ ബസ്സിലൊക്കെ പോയി വന്നിരുന്ന കാലത്ത് കോളേജിൽ പോകാൻ അത് വേണമെന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ള ഒരു 17 വയസ്സുകാരൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സായത് സ്മാർട്ട് ഫോൺ ഇല്ല, അദ്ദേഹത്തിന് ഡം ഫോണേ ഉള്ളൂ. ഡം ഫോൺ വെച്ചിട്ട് ഭയങ്കര നാണക്കേടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വാങ്ങിച്ചതാ. ഞങ്ങൾ പറയാൻ പറ്റില്ല. അപ്പം ഒരു എൻടൈറ്റിൽമെൻറ്റ്, ഇതൊക്കെ TV കാണുക എൻ്റെ അവകാശമാണ്. പഠിക്കുന്ന കാര്യം പോട്ടെ, TV കാണുന്ന എൻ്റെ അവകാശം, പിന്നെ സ്മാർട്ട് ഫോൺ ഉള്ളത് എൻ്റെ അവകാശം, ഇൻ്റർനെറ്റ് എപ്പോഴും ഗെയിം ചെയ്യുന്നത് എൻ്റെ അവകാശം. ഇങ്ങനെ പറഞ്ഞ് അതൊരു കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റാണ് വീട്ടിൽ. എന്ന് വെച്ചാൽ സ്നേഹമില്ലാന്ന് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ അപ്പോൾ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് കൂടുതലുണ്ടോ പൊടിക്ക് എന്ന് ജെൻസിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. Entitlement, I mean, yes, I mean, we are very aware of
വാട്ട് ആർ റൈറ്റ്സ് ആർ. സോ അതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ബട്ട് ദെൻ യെസ്, എല്ലാ ജനറേഷനുമുള്ള ആ ഒരു ഇതുപോലെ there are consequences and there are like this generation as well. So this entitlement can be used in different ways, right? So when he's saying that he wants smartphone and all that, that's probably because peers ellarum, they all have smartphones, and one of the common assumptions is that internet lu koodeyanu Gen Z culture circulates. That's not true, because internet is just an environment for it. It's just a vehicle for it. It's not anything more than that. Appam the culture basically, it depends on relatability and how a person identifies to it. So it circulates through socialization as well. So he probably experiences it through his friends. So smartphone is something that he probably feels like he needs. But then in entitlement ways, I mean, I have been called entitled a lot of times because, I do ask for stuff like that as well. But then, like I said, there's no right answer to this. It can be like a good thing and a bad thing as well. ഹലോ. സോ സമയമില്ലാന്ന് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഈ ജെൻസി അല്ലെങ്കിൽ കമ്മിങ് ജനറേഷൻ കൂടുതൽ ഇപ്പോൾ മീഡിയ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് സ്വയമായിട്ട് ചിന്തിക്കാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും അവർ എത്രത്തോളം കേപ്പബിളാണ്, അതോ അതിൽ എന്താണ് ജെൻസിയും ജെൻ ആൽഫ അങ്ങനെയൊക്കെ സ്വയമായി ചിന്തിക്കാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും എത്രത്തോളം അവർ ആ ഒരു മേഖലയിൽ ഓക്കെയാണ്? Personally, I think Gen Z is very capable of decision making because we're one of the generations that's very politically aware. Like he said, we are very politically aware, and that is not just through party politics. It's through public issues. ഞങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ന്യൂസ്. So we see global issues, wars and all, and we do have our opinion on it. And it's also a platform that teaches people what's wrong and what's right. And obviously there is a difference of opinion there. But then I would like to say that it is a platform that does help in the younger generation learn digital awareness, digital activism, and also decision making. അല്ല, ഒറ്റ കാര്യം ഞാൻ ഇതിനോട് ആഡ് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോൾ AI ഒക്കെ വരുന്നതിനെ പറ്റി ആളുകൾ അത് ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കുമ്പം പിന്നെ കറണ്ട് പോകുന്നത് പോലെ അല്ലല്ലോ. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണമല്ലോ. ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ഔട്ട് കിട്ടുക. ആ പ്രോംപ്റ്റാണ് നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ AI വന്നു ഇത് വന്നു എന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മളുടെ ഇമാജിനേഷൻ ഉണ്ടെങ്കിലേ അതിനൊരു ഔട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് ട്രൂ. ഇപ്പം AI-നെ വലിയൊരു പ്രശ്നമായിട്ടാണ് എല്ലാവരും അവതരിപ്പിക്കുന്നത്. ഇവർ ഫുൾ ടൈം AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ശേഷി പോലെ. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന രീതി തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ പല എഡ്യൂക്കേഷണൽ കരിക്കുലത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പ്രശ്നത്തിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ AI ഇല്ലാത്ത, ഫോണില്ലാത്ത ഏത് പ്രശ്നത്തിലാണ് നമ്മൾ ചെന്ന് പെടാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ പഠിപ്പിക്കേണ്ടത്? AI എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാം എന്നാണ് പഠിപ്പിച്ചെടുക്കേണ്ടത്. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചെന്ന് പെടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് മാറ്റി നിർത്തി AI ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കരുത്, അങ്ങനെയല്ല വേണ്ടത്. അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എന്ത് എറ്റിക്വറ്റാണ് അവിടെ പാലിക്കേണ്ടത്, ആ രീതിയിലേക്ക് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ AI studies have shown that AI നമ്മൾ യൂസ് ചെയ്യുന്ന in a very pragmatic way. It's not a personal, നമ്മളിപ്പം റിസർച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റഡീസ് ഇതിനു വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഡിഫറൻസ് ദാറ്റ് വി സീ നൗ ഇസ് ദ വീഡിയോസ്. സോ AI വീഡിയോസ് ആദ്യമൊക്കെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവില്ലായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഹാസ് റീച്ച്ഡ് എ സ്റ്റേജ് വെർ you can't tell the difference if it's a real video or an AI video. I think that is one of the issues that we're facing right now. But then in other ways, this generation's relationship with AI is totally pragmatic. There's nothing personal about it. Right.
താങ്ക് യു സോ മച്ച്. മാറ്റങ്ങളെ പറ്റിയുള്ള ഡെലുലു ഇസ് ദ ന്യൂ സുലുലു എന്ന സെഷനിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി കാഫെസ്റ്റിന്റെ സ്നേഹ സമ്മാനം നൽകുന്നതിനായി ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ വിപിൻ റാം, ദ മാനേജർ ഓഫ് കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ദേ ആർ അവർ സെഷൻ സ്പോൺസേഴ്സ് ആൻഡ് ഐ കൈൻഡ്ലി ഇൻവൈറ്റ് ശ്യാമ മാം ടു റിസീവ് എ ടോക്കൺ ഓഫ് ലവ് ഫ്രം അവർ സൈഡ്. ഒരു സ്നേഹ സമ്മാനം നമ്മളുടെ ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങുന്നതിനായി ശ്യാമ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you so much, ma'am, for your presence. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട എബിൻ സാറിനെ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ ഫോർ യുവർ ടൈം. അടുത്തതായി സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അന്നയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു അന്ന. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ.